ആകാശവാണി നിയമസഭ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് സിനു, മാധ്യമപ്രവർത്തകൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരി 7 ബജറ്റ് അവതരണത്തോടെ ആരംഭിച്ച നിയമസഭാ സമ്മേളനം ബജറ്റ് ചർച്ചയോടെ സജീവമാകുന്ന കാഴ്ചയാണ് തിങ്കളാഴ്ച ഉണ്ടായത്. പതിവ് പോലെ അടിയന്തര പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം ശൂന്യവേളയിൽ സഭയിലെത്തിയെങ്കിലും പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന പ്രവണത തുടരുകയായിരുന്നു. തുടർന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും. കിഫ്ബി റോഡുകളിൽ ടോൾ ഈടാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയായിരുന്നു ഈ ആഴ്ചയിലെ ആദ്യ ദിനത്തിലെ അടിയന്തര പ്രമേയ നോട്ടീസ്. പരാജയപ്പെട്ട എക്കണോമിക് മോഡലാണ് കിഫ്ബി എന്നും കെ ഫോൺ, കെ റെയിൽ എന്നതുപോലെ സർക്കാരിന്റെ പുതിയ പരിപാടിയാണ് കെ ടോൾ എന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച റോജി എം ജോൺ പരിഹസിച്ചു. സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ടിൽ ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഇപ്പോൾ കിഫ്ബി ചെയ്യുന്നത്. ഓരോ വകുപ്പുകളും നടപ്പാക്കേണ്ട പദ്ധതികൾ കൊള്ളപ്പലിശയ്ക്ക് വായ്പയെടുത്ത് കിഫ്ബിയെ ഏൽപ്പിച്ച് കടബാധ്യത അനുദിനം വർദ്ധിപ്പിക്കുകയാണെന്നും റോജി എം ജോൺ ചൂണ്ടിക്കാട്ടി. എന്നാൽ കിഫ്ബി വഴി വരുമാനം കിട്ടുന്ന പദ്ധതികൾ ഇനിയും നടപ്പാക്കുമെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി. കിഫ്ബി എന്ന ബദൽ മാതൃക തകർക്കാൻ പ്രതിപക്ഷം ധൃതരാഷ്ട്രാലിംഗനം നടത്തുകയാണ്. കിഫ്ബിയിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കിഫ്ബി ആരുടെയും തറവാട് സ്വത്ത് വിറ്റ പണമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മോട്ടോർ വാഹന നികുതിയും ഇന്ധന ടാക്സുമായി ജനങ്ങൾ നൽകിയ പണമാണ് കിഫ്ബിയുടേത്. അതിനു പുറമെ ഇനി ടോൾ പിരിവിലൂടെ ജനങ്ങളിൽ നിന്ന് മൂന്നാമത്തെ ടാക്സ് കൂടി ഈടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. തുടർന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വെള്ളിയാഴ്ച അവതരിപ്പിച്ച 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് തുടക്കമായി. ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർമാരാണ് തുടക്കം കുറിക്കുന്നതെന്ന കീഴ്വഴക്കം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും ആവർത്തിച്ചു. സർക്കാർ ബജറ്റിലെ വാഗ്ദാനങ്ങളെ വാനോളം പുകഴ്ത്തി അദ്ദേഹം തുടങ്ങിവെച്ച ചർച്ച ഭരണപക്ഷാംഗങ്ങൾ ഏറ്റുപിടിച്ചു. ഖണ്ഡവാദങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ചർച്ചയ്ക്ക് ചൂടുപിടിച്ചു. ഇരുപക്ഷത്തു നിന്നും എം രാജഗോപാലൻ, ഡോക്ടർ മാത്യു കുഴൽനാടൻ, വി ശശി, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ഡോക്ടർ ജയരാജ്, മോൻസ് ജോസഫ്, കെ ഡി പ്രസേനൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, യു പ്രതിഭ, സജീവ് ജോസഫ്, പി മമ്മിക്കുട്ടി, എം എസ് അരുൺകുമാർ, തോമസ് കെ തോമസ്, പി ഉബൈദുള്ള, ജി എസ് ജയലാൽ, റോജി എം ജോൺ, ഐ ബി സതീഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സബ്മിഷനുകളും ശ്രദ്ധ ക്ഷണിക്കലുമായി ശൂന്യവേളയും സജീവമായി. താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വെച്ചാൽ ഡേറ്റാ ബാങ്കിൽപ്പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പദ്ധതിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും നഗരത്തിൽ 5 സെന്റും സ്ഥലത്ത് പഞ്ചായത്ത് നഗരസഭ അനുമതി നൽകേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. ടി എ മധുസൂദനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ ജോലിഭാരവും കുറഞ്ഞ വേതനവും മൂലമുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ചാണ് എൽദോസ് പി കുന്നപ്പിള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധ ക്ഷണിച്ചത്. ചൊവ്വാഴ്ചയും ബജറ്റിനെ സംബന്ധിച്ച പൊതുചർച്ചയായിരുന്നു സഭാ സമ്മേളനത്തിലെ പ്രധാന അജണ്ടയെങ്കിലും ശൂന്യവേളയിൽ വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകി. സംസ്ഥാനത്തെ ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അക്രമങ്ങളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്ന് പി സി വിഷ്ണുനാഥാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. കണക്കുകൾ നിരത്തി ഇരുവിഭാഗവും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയതും ശ്രദ്ധേയമായി. ലഹരി ഉപയോഗിക്കുന്ന മക്കൾക്ക് രാത്രി കതക് തുറന്നു കൊടുക്കാനും ആഹാരം നൽകാനും ഭയപ്പെടുന്ന നാടായി കേരളം മാറിയെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു. അടുത്തിടെയുണ്ടായ ലഹരി ഉപയോഗിച്ചുള്ള ആക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്നും അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ കണക്കില്ലെന്ന നിരുത്തരവാദപരമായ മറുപടിയാണ് സർക്കാർ നൽകുന്നതെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. കേരളം ലഹരിക്കടത്തിന്റെ തലസ്ഥാനമാകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ലഹരിക്കടത്ത് പിടികൂടിയാലും ഉറവിടം തേടിയുള്ള അന്വേഷണം എങ്ങും എത്തുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നതും പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകുന്നതും കേരളമെന്നാണ് പ്രതിപക്ഷത്തിന് മറുപടി നൽകിയ എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത്. ലഹരിക്കടത്ത് തടയാൻ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നതിന്റെ ഫലമാണ് കേസുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ക്രമസമാധാനം പാടെ തകർന്നെന്നും പോലീസ് അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്നും ആരോപിച്ചാണ് ബുധനാഴ്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടിക്ക് നേരെയുണ്ടായ അക്രമവും നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിനുണ്ടായ വീഴ്ചയും അടക്കം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തെ എൻ ശംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. എന്നാൽ തെറ്റായ കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെടുക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും ഇതിന്റെ പേരിൽ പോലീസാകെ വെളിവില്ലാതായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയും പ്രതിപക്ഷം പ്രതിഷേധിച്ച് സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്യുകയുമായിരുന്നു. സംസ്ഥാനത്ത് പോലീസ് കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. 1944 പൊതുകടം ആക്ട് റദ്ദ് ചെയ്യുന്നതിന് 2006 ഈടുപത്രങ്ങൾ ആക്ടിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും നിയമസഭ പാസാക്കി.
ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ് പ്രമേയം അവതരിപ്പിച്ചത്. 3 ദിവസമായി നടന്ന ബജറ്റ് ചർച്ചയും ബുധനാഴ്ച അവസാനിച്ചു. ചർച്ചയ്ക്ക് നൽകിയ മറുപടിയിൽ ധനമന്ത്രി പുതിയ പ്രഖ്യാപനങ്ങളും നടത്തി. പ്രകൃതിക്ഷോഭത്തിന് ഇരയാകുന്ന കർഷകരുടെ ദുരിതാശ്വാസത്തിനായി 7.5 കോടി രൂപ ബജറ്റിൽ വകവരുത്തിയിട്ടുണ്ടെന്നും ഇതിലെ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തി വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിനായി 2 കോടി രൂപ അനുവദിക്കും. പട്ടയ മിഷന് നിലവിൽ 3 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. ഇതിനു പുറമെ 2 കോടി രൂപ കൂടി അനുവദിച്ചു. നാഷണൽ കോൺക്ലേവ് ഓൺ ഡിജിറ്റൽ സർവേ ആൻഡ് ഇന്റഗ്രേറ്റഡ് പോർട്ടൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ 25 ലക്ഷം രൂപ വകയിരുത്തിയതായും മന്ത്രി അറിയിച്ചു. റവന്യൂ വകുപ്പ് നൽകി വരുന്ന ഡിജിറ്റൽ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിനായി ഒരു സാക്ഷരതാ ക്യാമ്പയിന് തുടക്കം കുറിക്കും. ബാലരാമപുരം മുതൽ കളിയിക്കാവിള വരെയുള്ള നാഷണൽ ഹൈവേ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കും. കയർ, കശുവണ്ടി, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത മേഖലകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശകൾ സമയബന്ധിതമായി നടപ്പിലാക്കും. തോട്ടം മേഖലയിലെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിനും ലയം പുനർനിർമ്മിക്കുന്നതിനുമായി 10 കോടി രൂപ വകയിരുത്തിയതായും മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷം അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസിനിടെ ഉണ്ടായ നാടകീയ രംഗങ്ങളാണ് അവസാന ദിവസമായ വ്യാഴാഴ്ച സഭാതലത്തെ കലുഷിതമാക്കിയത്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം തടസ്സപ്പെടുത്താൻ സ്പീക്കർ നിരന്തരം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധവുമായി ഭരണപക്ഷ നിരയും നീങ്ങിയതോടെ സഭാതലം സംഘർഷഭരിതമായി. ഇതിനിടെ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. പിന്നീട് സ്പീക്കർ നീതി പാലിക്കുകയെന്നെഴുതിയ ബാനറും സർക്കാരിനെതിരെയുള്ള പ്ലക്കാർഡുകളും ഉയർത്തി പ്രതിഷേധം ശക്തമാക്കി. പലതവണ സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും സീറ്റിലേക്ക് പോകാൻ പ്രതിപക്ഷാംഗങ്ങൾ തയ്യാറായില്ല. കാര്യപരിപാടി പ്രകാരം ഉച്ചയ്ക്ക് ശേഷം സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധത്തിനൊടുവിൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്പീക്കർക്ക് സഭ പിരിച്ചുവിടേണ്ടി വന്നു. സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളില്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ കോൺഗ്രസ് അംഗം AP അനിൽകുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഇതിന് മറുപടി നൽകിയ മന്ത്രി OR കേളു പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് സഭയെ അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വിഭാഗത്തിന് 1370 കോടി രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 657 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. തുടർന്ന് സംസാരിച്ച ധനമന്ത്രി KN ബാലഗോപാൽ പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് ഈ സർക്കാർ ഒന്നും നൽകുന്നില്ലെന്ന് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നതെന്ന് ആരോപിച്ചു. 2 മന്ത്രിമാരുടെയും മറുപടിയുടെ പശ്ചാത്തലത്തിൽ സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് ദളിത് വിഭാഗത്തിന്റെ വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങളെ ഗൌരവമായി ബാധിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗം ചുരുക്കണമെന്ന് സ്പീക്കർ AN ഷംസീർ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ കാര്യോപദേശക സമിതിയുടെ 16ാമത് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സമർപ്പിച്ചു. ലോക്കൽ ഫണ്ട് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ TP രാമകൃഷ്ണനും അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സഭയിൽ വെച്ചു. ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിച്ചുള്ള ചർച്ച വെട്ടിച്ചുരുക്കിയ സ്പീക്കർ ബില്ലുകളുടെ അവതരണ നടപടികളിലേക്ക് കടന്നു. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലും കേരള വ്യാവസായിക അടിസ്ഥാന സൌകര്യ വികസന ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ച ശേഷം സഭ പിരിയുകയായിരുന്നു. ഇനി മാർച്ച് 3 സഭ വീണ്ടും ചേരും. നിങ്ങൾ കേട്ടത് നിയമസഭ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് സിനു, മാധ്യമപ്രവർത്തകൻ.